എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ത്രിസന്ധിയായ സമയത്ത് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പല്ലവി. ആ സമയത്ത് അംബികാമ്മ അങ്ങോട്ട് വന്നു. അംബികാമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊന്നും രാജലക്ഷ്മി ചെയ്യുന്ന കാര്യങ്ങളല്ല. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി തന്നെ എങ്ങനെ ഒരു കുടുംബത്തിൽ നിൽക്കണം എന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇത്ര നല്ലൊരു പെൺകുട്ടീനെയാണല്ലോ രാജലക്ഷ്മിയൊക്കെ അടിച്ചിറക്കി വിട്ടേന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നത്. രാജലക്ഷ്മിയെ കണ്ടതും അംബികാമ്മ പറഞ്ഞു, നോക്കടി രാജലക്ഷ്മി, നിന്റെ മരുമോള് കണ്ടോ, എത്ര നല്ല പെൺകുട്ടിയാന്ന് നോക്കിയേ, കണ്ടോ ഇത്ര നല്ല തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ളൊരു കുട്ടീനെയല്ലേ നിന്റെ മകനും ചേർന്ന് അടിച്ചോടിച്ചെന്ന് ചോദിക്കുക. അതെ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ആരും അവളെ അടിച്ചോടിച്ചല്ല, അവൾ സ്വയം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാന്ന് പറയാ. എങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കും, നിന്റെ മകന്റെ സ്വഭാവമല്ലേ, ഇറങ്ങിപ്പോയില്ലെങ്കിൽ അത്ഭുതമുള്ളെന്ന് പറയാ. ദേ അമ്മേ, വെറുതെ കുറ്റപ്പെടുത്താൻ വരണ്ടെന്ന് പറയാ. പിന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട പോലും, ഇത്രയും കാലമായി ഇന്ന് വരെ നീ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്തൊരു ഐശ്വര്യമെന്ന് ചോദിക്കേ ആ കുട്ടി ഇരുന്ന് നാമം ചൊല്ലുന്ന കേൾക്കാനായിട്ട് എന്ന് പറയാ. രാജലക്ഷ്മിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അംബികാമ്മ അങ്ങോട്ട് പോയി. അംബികാമ്മ പോയി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി അവിടെ കാത്തു നിന്നു. അങ്ങനെ പല്ലവി നാമം ചൊല്ലി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്ന സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, എന്തുദ്ദേശം, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉദ്ദേശമൊന്നും ഇല്ല. അല്ല, എന്തോ കാര്യമുണ്ട്, നീ ഇവിടെ വന്ന് തമ്പടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. സത്യം പറയടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഞാൻ വന്നത് ഹണ്ടിങ്ങിനാന്ന് പറയണം. ഹണ്ടിങ്ങിനോ? അതെ, നിങ്ങളുടെ മോനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട്. കുറെ കാലം അവൻ എന്നിട്ട് ഓടിച്ചല്ലേ, ഇനിയിപ്പം ഞാൻ അവനെ കുറെ നാളിട്ട് ഓടിക്കാന്ന് പറയാം. ഓഹോ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളല്ലേന്ന് ചോദിക്കുക. അതെ, അങ്ങനെ തന്നെയാന്ന് പറയാണ്. പിന്നീട് പല്ലവി അങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും തിരികെ വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ വെറുതെ പറഞ്ഞ അമ്മ അന്ന് ഓർത്തിരിക്കണ്ട കേട്ടോ. ഞാൻ ഇന്ദ്രന്റെ ഭാര്യയല്ലേ, അപ്പൊ ഞാൻ കഴിയേണ്ട ഈ വീട്ടിലല്ലേ. അപ്പൊ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ കഴിയണ്ടേ, അതല്ലേ നാട്ടു നടപ്പ്, അതുകൊണ്ട് വന്ന് നിന്നെന്നുള്ളൂ. അമ്മ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് വിശ്വജിത്ത് നേരെ പാറുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പാറു ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിക്കാം. പാറു ഭയങ്കര പേടിച്ച് മാറിപ്പോയി, ആരും കാണാതെ സംസാരിക്കുന്നത്. അത് പിന്നെ നിന്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ചേച്ചി അവിടെ വന്നു എന്തിനാ? ചില പ്ലാനുകൾ തയ്യാറായിക്കൊണ്ടാ വന്നിക്കുന്നതെന്ന് തോന്നേ, പക്ഷെ അത് അപകടമാണെന്നാ എനിക്ക് തോന്നിയെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു, അതെന്താ അങ്ങനെ തോന്നാനായിട്ട്? നിനക്ക് എന്റെ അമ്മയുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അവരെന്തും ചെയ്യാൻ മടിയില്ലാത്ത എന്റെ ഏട്ടനെ പോലെ തന്നെ വൃത്തിയായിട്ട് സ്വഭാവം അവർക്കും. നിന്റെ ചേച്ചിയുടെ ജീവൻ അപകടത്തിലാന്ന് പറയാ. ഇത് കേട്ടവൻ പാറു പറഞ്ഞു, ആ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് പറയാ. എന്ത്? നിങ്ങളുടെ അമ്മയുടെ കാര്യം ഓർത്തിട്ടെ? എന്റെ അമ്മേനെ അറിയത്തില്ല, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. അവർ ചിലപ്പം നിന്റെ ചേച്ചിനെ എന്താ ചെയ്യുന്നു പറയാൻ പോലും പറ്റില്ല എന്ന് പറയാം. പിന്നെ എന്റെ ചേച്ചിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ ചേച്ചി വെറുതെ ഇരിക്കും ഓർത്താണ് ഇരിക്കണേ? ഒരിക്കലും ഇല്ല. എന്റെ ചേച്ചി അടിക്ക് തിരിച്ചടി കൊടുത്തിരിക്കും. ചേച്ചിനെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ, അതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാന്ന് പറയാം. അത് കേട്ടതാ വിശ്വജിത്ത് പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യം നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് പറഞ്ഞ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട കേട്ടോ. അറിഞ്ഞ പിന്നെ അത് പ്രശ്നമാവെന്ന് പറയാ. ഇല്ല, ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറയാണ്. പിന്നീട് രാജലക്ഷ്മി കിടക്കാനായിട്ട് മുറിയിലേക്ക് വന്ന് കിടക്കാൻ തുടങ്ങുന്ന സമയത്താണ് കഥയെ മുട്ട് കേട്ടത്. ഇതാരായിരിക്കും എന്നോർത്ത് പോയി കഥ തുറക്കുക. തുറന്നു നോക്കിയപ്പോഴത്തേനും പല്ലവി, നീ എന്തിനാ ഈ പാതിരാത്രി മുറിയിലേക്ക് വന്നേ? അമ്മ, എനിക്ക് കിടന്ന് ഉറങ്ങണം. അതിന് പോയി കിടന്ന് ഉറങ്ങാൻ മേലേ? അമ്മ, എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയാ. ഓഹോ, അങ്ങനെ പേടിയാണോ? അതിന് നീ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഞാൻ അമ്മയുടെ കൂടെ കിടക്കണേ. എങ്ങനെയാ അമ്മ തനിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ വല്ല പ്രേതോ പിശാശോ എന്തേലും വന്നാലോ? പേടിയല്ലേ? അതൊന്നും പറഞ്ഞോണ്ട് പല്ലവി നേരെ രാജലക്ഷ്മി കിടക്കുന്ന ബെഡിലേക്ക് വന്നിരിക്കുകയാണ്. എടി ഇറങ്ങിപ്പോടി, നീ എന്റെ മുറിയിന്ന്, നീ ഇവിടെ കിടക്കണ്ടെന്ന് പറയാ. അങ്ങനെ പറയല്ലമ്മേ, ഒന്നുമല്ലേലും അമ്മയുടെ മരുമോളല്ലേ ഞാന്, മകന്റെ ഭാര്യയല്ലേ. അമ്മയുടെ മകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്മേനെ വന്ന് ശല്യം ചെയ്യോ? ഇല്ലല്ലോ. പിന്നെ അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അമ്മ ഇവിടെ നിന്ന് കിടക്കമ്മേന്ന് പറയണം. രാജലക്ഷ്മി പറഞ്ഞു, ഇതേ മനുഷ്യന് ക്ഷമയെ നീ പരീക്ഷിക്കല്ലെന്ന് പറയണം. അമ്മയ്ക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ പിന്നെ കിടന്നാൽ മതി, ഞാൻ കിടന്നോളാന്ന് പറഞ്ഞിട്ട് പല്ലവി ആ സൈഡിലേക്ക് ഇരിക്കുകയാണ് ബെഡിന്റെ. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത് രാജലക്ഷ്മിയുടെ. പെട്ടെന്ന് രാജലക്ഷ്മി നോക്കണം, നോക്കിയ പരിചയമില്ലാത്തൊരു നമ്പരാ. അപ്പോഴേക്കും രാജലക്ഷ്മിയുടെ ഒരു ഞെട്ടലുണ്ടായി. ഇന്ദ്രനെങ്ങാനും ആണോ വിളിക്കുന്നത്? അങ്ങനെ ഫോൺ ബെല്ലടിച്ചു നിന്നു. പക്ഷെ രാജലക്ഷ്മി കോൾ എടുത്തില്ല. പല്ലവി എന്താമേ കോൾ എടുക്കാതെ? എനിക്കിപ്പോ കോൾ എടുക്കാൻ സൗകര്യമില്ലായിരുന്നു. അന്നെങ്കിൽ വേണ്ട, ഇനി ബെല്ലടിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുക്കും. അമ്മ എടുക്കണ്ട, ഞാൻ എടുത്ത് സംസാരിക്കാന്ന് പറയാം. അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഫോൺ ബെല്ലടിക്കുവാണ്. പെട്ടെന്ന് പല്ലവി എടുക്കാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി ചാടി ആ ഫോണിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു. രാജലക്ഷ്മി കോൾ എടുക്കുകയാണ്. എന്നിട്ട് ഹലോ പറയണം. അപ്പുറത്ത് ഇന്ദ്രനായിരുന്നു. ഇന്ദ്രൻ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി ഹലോ പറയണം. എന്നിട്ട് രാജലക്ഷ്മി പറഞ്ഞു, അതെ, ഉഴുന്നിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ, അതുകൊണ്ട് വല്ല ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രനൊന്നും മനസ്സിലായില്ല. അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം. അത് പിന്നെ മൊത്തം യുദ്ധമല്ലേടാ മോനെ,
യുദ്ധരുടെ മോനെന്നല്ല, മൊത്തം യുദ്ധമല്ലേ. അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഇനിയിപ്പോ വില കൂടും. പിന്നെ ശത്രുക്കളുടെ എണ്ണവും കൂടിക്കൂടി വരുവാ. അതൊക്കെ നോക്കിയും കണ്ടും വേണം എന്ന് പറയാണ്. എന്നാ ശരി, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പൊ തന്നെ പല്ലവിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാന്നുള്ള കാര്യം. ഇന്ദ്രനാ വിളിച്ചേ, അവിടെ ഇവിടെയും തൊടാതുള്ള സംസാരം. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇന്ദ്രനോർത്ത് അമ്മയ്ക്ക് ഇതെന്താ ഭ്രാന്തായോ, ഗുളിക കഴിക്കാൻ മറന്നുപോയെന്ന് തോന്നേ, എന്റെ ഭ്രാന്ത് അമ്മയ്ക്ക് പിടിച്ചെന്നാ തോന്നേ എന്നോർത്ത് ഇന്ദ്രൻ ഇരിക്കുക. ഇന്ദ്രന് മനസ്സിലായില്ല അവിടെ പല്ലവി ഉണ്ടെന്നുള്ള കാര്യം. ഫോൺ വെച്ച് കഴിഞ്ഞ രാജലക്ഷ്മിയോട് പല്ലവി ചോദിച്ചു, അല്ലെ എന്താമ്മേ ആരാ വിളിച്ചതെന്ന് ചോദിക്കുക. ഒന്നുമില്ല. അല്ല യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടു, എവിടെയാ യുദ്ധം എന്ന് ചോദിക്കുക. അത് പിന്നെ എവിടെയാ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അമ്മ ഉക്രൈന്റെ കാര്യമാണോ? ഓ അത് തന്നെ, അവിടെ യുദ്ധം എന്ന് പറയാ. അതിന് അമ്മ ഇവിടെ എന്തിനാ പച്ചക്കറിയുടെ കാര്യം പറയണേ? പച്ചക്കറിയുടെ പലവ്യഞ്ജനത്തിന്റെയും കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ രാജലക്ഷ്മിയുടെയും മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോ പല്ലവിക്ക് വ്യക്തമായി ഇന്ദ്രനെ വിളിച്ചെന്നുള്ള കാര്യം. പെട്ടെന്ന് പല്ലവി വെച്ചു, അല്ല ഇന്ദ്രനല്ലേ അമ്മ വിളിച്ചതെന്ന് ചോദിക്കുക. ഇന്ദ്രനോ? അവനെന്തേ എന്നെ വിളിക്കുന്നേ? കള്ളത്തരം പറയണ്ട, അമ്മയുടെ മുഖഭാവത്ത് നിന്ന് തന്നെ തിരിച്ചറിയാണ്ട് സാധിക്കും വിളിച്ച് ഇന്ദ്രനാന്നുള്ള കാര്യം. എത്ര കാലം അമ്മയ്ക്ക് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? അമ്മയ്ക്ക് അതേ കാലം ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിരിക്കുമേ, ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അവനെ പിടികൂടാനായിട്ടാ. ഉറപ്പായിട്ടും അവനെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അല്ലാതെ എനിക്കൊരിനി വിശ്രമമില്ലെന്ന് പറയണം. ഇതോടെ കേട്ടുകഴിഞ്ഞ രാജലക്ഷ്മിക്ക് ദേഷ്യമായി. രാജലക്ഷ്മി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ, അല്ലെങ്കിൽ രാജലക്ഷ്മിയുടെ തനി നിറം നീ അറിയൂന്ന് പറയാം. പല്ലവി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പല്ലവി ആരാന്ന് അമ്മയ്ക്കും അറിയത്തില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആരാന്ന് ഞാൻ കാണിച്ചു തരാം, കിടന്നുറങ്ങാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് കിടക്കുവാണ്. രാജലക്ഷ്മിക്ക് ആ പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് അംബികാമ്മ വരുവാണ്. അംബികാമ്മ വന്നിട്ട് പറഞ്ഞു, മോള് ചായ കുടിക്കാൻ പറയാണ്. വേണ്ട അച്ഛമ്മയെന്ന് പറയാണ്. അതെന്താ? ഇന്ന് ഞാൻ തിങ്കളാഴ്ച വ്രതം എന്ന് പറയാണ്. തിങ്കളാഴ്ച വ്രതം? അതെന്താ തിങ്കളാഴ്ച വ്രതം എടുത്തിരിക്കുന്നേ? അത് പിന്നെ ഭർത്താക്കന്മാർക്ക് നല്ലത് കേട്ടാൻ വേണ്ടിയിട്ട് ഭാര്യമാരെടുക്കുന്ന വ്രതമാണ്. ഇത് കേട്ടത് അംബികാമ്മ പല്ലവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, സത്യം പറ മോളെ, ഇന്ദ്രൻ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പം ഒരു നല്ല ജീവിതമാണ് മോൾ ആഗ്രഹിക്കുന്നത് ചോദിക്കുക. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, എനിക്ക് ഇന്ദ്രനെ തിരികെ കൊണ്ടുവരണോ അമ്മേ എന്ന് പറയാണ്. മോളെ, മോളുടെ മനസ്സിന് നന്മയുണ്ട്, അതുകൊണ്ടാ. എനിക്കറിയാം മോള് നല്ലവളാണ്. പക്ഷെ ഇത്രയും നല്ലൊരു പെൺകുട്ടി രാമനെ കിട്ടിയത് എങ്ങനെയാന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തുള്ളൂ. അവന്റെ സ്വഭാവം മഹാമോശമാ മോളെ. അവനെ ഇങ്ങനെ ആക്കിയത് ആരാന്നറിയാവോ? ദേ മോളുടെ അമ്മായിമ്മയാണ് ആ രാജലക്ഷ്മി. 1 രൂപ ചോദിച്ചു കഴിയുമ്പോൾ 10 രൂപ കൊടുക്കും. അങ്ങനെ വളർത്തി വഷളായി കളഞ്ഞ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ കുടുംബം പോയിക്കൊണ്ടിരുന്നേ. അവൾ ഒറ്റ എഴുത്ത് കാരണം ഈ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയായത്. എല്ലാത്തിനും കാരണക്കാരി അവളാ. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാ. മോള് ധൈര്യമായിട്ടിരിക്കുക, എന്തിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നല്ലൊരു ജീവിതം, അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്ന മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അംബികാമ്മ അങ്ങോട്ട് പോവാണ്. അവൾക്ക് മനസ്സിലായി അംബികാമ്മ ഭയങ്കര പാവാന്നുള്ള കാര്യം. രാജലക്ഷ്മിയുടെ സ്വഭാവം അല്ലെന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലാവാണ്. പിന്നീട് പല്ലവി പതിവ് പോലെ കോളേജിലേക്ക് പോകാൻ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും രാജലക്ഷ്മി ചോദിച്ചു, നീ എങ്ങോട്ടായി പോണേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ഞാൻ കോളേജിലേക്കാണോ ഇനിയിപ്പൊ നീ ആ സേതുവിനെ കാണാൻ പോണാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ഞാൻ എങ്ങോട്ട് പോയാലും അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ തോന്നിയാസം ഇവിടെ നടക്കത്തില്ല. പോകുവാണെ പോയ വഴിക്ക് പോയിക്കണം, പിന്നെ ഇങ്ങോട്ട് കയറിയേക്കല്ലെന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? ഇതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ അമ്മയല്ലാന്ന് പറയണം. ഇത് കേട്ടതിന് രാജലക്ഷ്മി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോയാൽ പിന്നെ ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കില്ല എന്ന് പറയണം. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറയാ. പല്ലവി പറഞ്ഞു, അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. പിന്നെ അറിയാലോ അമ്മ അകത്തായിരിക്കും എന്ന് പറയാം. ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന എവിടെയാണെന്നറിയോ? ഒന്നെങ്കിൽ വീട്ടില്, അല്ലെങ്കിൽ ഓഫീസില്. വീട്ടിലെ ടെൻഷൻ കാണും, ഓഫീസിലെ ടെൻഷൻ കാണും, വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആയിരിക്കും പിന്നെ അടുത്ത ടെൻഷന്. അതെ, അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറയണം. അങ്ങനെ പല്ലവി രാജലക്ഷ്മിനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ. പിന്നീട് നേരെ സേതുവിനെ കാണാൻ ചെല്ലുവാണ്. സേതുവിനെ കണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് SI നിരഞ്ജന മാഡം അങ്ങോട്ട് വരുന്നത്. പിന്നീട് മാഡത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഇന്ദ്രനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന മാഡം പറഞ്ഞു, എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവന് ഇടയ്ക്ക് വരൂ എന്നുള്ള കാര്യത്തില്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവനെ പിടിക്കാൻ പറ്റും. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ വെല്ലുവിളിച്ച് പല്ലവിനെയും വെല്ലുവിളിച്ച് പോയവനല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് ശരിയാ മാഡം, ഉറപ്പായിട്ടും അവനെ പിടിക്കണമെന്ന് പറയാണ്. പിന്നീട് പല്ലവി പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്. ഇന്നലെ രാത്രിയിൽ രാജലക്ഷ്മി അമ്മയുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 11 മണിക്ക് ശേഷം. അത് ഇന്ദ്രനാവാനാണ് ചാൻസ് എന്ന് പറയാം. ആണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ട്രേസ് ചെയ്തോളാം. അവരുടെ ഫോണിലേക്ക് വിളിച്ച് ആ നമ്പർ ആരെന്ന് നോക്കുകയൊക്കെ ചെയ്തോളാം. അതോടൊത്തിട്ട് പല്ലവി വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും ഒപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പല്ലവിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ
ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.